മുഹമ്മദ് റഹീസ് തുടരുന്നുണ്ട്. റഹീസ്, മലയാളികൾക്ക്, ഇന്ത്യക്കാർക്കൊക്കെ ഏറ്റവും ആശങ്ക ഈ GCC രാഷ്ട്രങ്ങളിലേക്ക് വരുന്ന ആക്രമണമാണ്. ഡയറക്റ്റ് ഹിറ്റല്ല എങ്കിൽ പോലും ഈ കത്തിത്തീർന്ന അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ട മിസൈലുകളുടെ, ഡ്രോണുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ വീണുപോലും തീപിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. GCC രാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ തവണ, അതായത് ജൂണിൽ ഈ 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനിടയിൽ പോലും അങ്ങനെയൊരു ശക്തമായ പിന്തുണ ഇറാന് നൽകുന്ന നിലയിലേക്ക് വന്നില്ല. കാരണം അവരുടെ നാട്ടിൽ അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളിൽ, ഖത്തറിലടക്കം വിവിധ രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ സൈനിക ക്യാമ്പുണ്ട്. സ്വാഭാവികമായും അമേരിക്കയ്ക്ക് നേരെയുള്ള ടാർഗറ്റാണ് GCC രാഷ്ട്രങ്ങളിലേക്ക് വരുന്നതെന്നത് വ്യക്തമാണ്. എങ്കിൽ പോലും ഇറാൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആക്രമണത്തെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ അട്ടിമറി, ഭരണ മാറ്റത്തിന് പുറത്തുനിന്നൊരു ശക്തി ഇടപെടുന്നതിന് GCC എങ്ങനെ പ്രതികരിക്കും എന്നത് നിർണായകമാണ്. അതൊരു പക്ഷേ അത്രത്തോളം ഇറാന് പിന്തുണ നൽകുന്ന നിലയിലേക്കാവില്ല എന്നതും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഗൂഗിൾ നിലവിൽ ഔദ്യോഗികമായിട്ട് GCC രാജ്യങ്ങളൊന്നും തന്നെ പിന്തുണ ഇറാൻ അറിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തന്നെ പിന്തുണ അറിയിച്ചിട്ടില്ല എന്ന് കൂടി വേണമെങ്കിൽ പറയാം. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ GCC രാജ്യങ്ങളുടെ എല്ലാ രാഷ്ട്രത്തലവന്മാരെയും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഏതൊക്കെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ തങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് അമേരിക്ക ഈ GCC രാജ്യങ്ങൾക്കൊക്കെയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെയും സുരക്ഷ കൂട്ടാനുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ എന്തായാലും ഈ തരത്തിൽ ട്രംപ് വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില കമ്മ്യൂണിക്കേഷനുകളിൽ അവിടെ ചർച്ച നടത്തി ഒരു സംയമനം പാലിച്ച് ഒരു സമവായം ഉണ്ടാക്കിയെടുത്ത് ആ തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എപ്പോഴും ഈ GCC രാജ്യങ്ങളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യം തന്നെയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഗൂഗിൾ പറഞ്ഞതുപോലെ നേരിട്ടുള്ള ഒരു ആക്രമണമല്ല ഇറാൻ UAE നടത്തുന്നത്. അത് ഏതെങ്കിലും കേന്ദ്രങ്ങളെ, ഈ UAE ഏതെങ്കിലും കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല, മറിച്ച് അമേരിക്കയുടെ ഈ സൈനിക ക്യാമ്പുകളും അത് തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടും കൂടെയൊക്കെ നടത്തുന്ന ഒരു ആക്രമണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഒരു ഇമ്പാക്റ്റ്, അതുണ്ടാക്കുന്ന അലയൊലി, അത് UAE സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലേക്കും കെട്ടിടങ്ങളിലേക്കും ഒക്കെ ആ അപകടത്തിന്റെ തോത് വ്യാപിക്കുകയും ആളുകൾ കൂടുതലായി പരിഭ്രാന്തരാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക ഏത് തരത്തിലായിരിക്കും, UAE ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ വളരെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവുകയും വേണം. ഏറ്റവും ഒടുവിലായി പാതിരാത്രിയിൽ 2 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായി അപകടമുണ്ടാകുമ്പോൾ, അവിടെ ആളുകൾക്ക് പരിക്കേൽക്കുമ്പോൾ, അബുദാബിയിൽ ഒരാൾ മരിക്കുമ്പോൾ പിന്നീട് ഏത് തീരുമാനമായിരിക്കും UAE കൈക്കൊള്ളുക? UAE കൈക്കൊള്ളുന്ന തീരുമാനത്തിന് സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകും. ബഹ്റൈൻ വളരെയധികം ഇന്ന് ആക്രമിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ബഹ്റൈൻ. അതും നേരിട്ടുള്ള ആക്രമണം അല്ലെങ്കിലും ഈ ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് അവരുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. അപ്പോൾ അത് ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഏത് തരത്തിലായിരിക്കും ഈ GCC രാജ്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക? അതിൽ ഒരു രാജ്യം ഒരു തീരുമാനമെടുത്താൽ മറ്റു രാജ്യങ്ങളൊക്കെയും അതിനെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിലയ്ക്ക് നാളെ ഒരു തീരുമാനം വരികയാണെങ്കിൽ അത് വളരെ സുപ്രധാനമായി മാറുക. അത് ഒരിക്കലും ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായി മാറും എന്ന് ഈ ഘട്ടത്തിൽ പറയുക വയ്യ. എന്നാൽ അത് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം, എന്നുള്ളൊരു സംയുക്തമായിട്ടുള്ള ഒരു ആശയം, ഒരു ആവശ്യം മുന്നോട്ട് വെക്കുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയില്ല എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള യാതൊരു പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ല. നിലവിൽ എന്തായാലും UAE ഈ ആക്രമണങ്ങൾക്കിടയിലും എല്ലാ തരത്തിലും ജനങ്ങളുടെ ജീവിതം, അവരുടെ സ്വൈര്യവിഹാരം ഒക്കെയും അതിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. UAE വളരെ കുറച്ച് റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് സ്കൂളുകളുടെ കാര്യത്തിലാണ്. സ്കൂളുകളിൽ ഒരു 3 ദിവസത്തേക്ക്, തിങ്കൾ മുതൽ ബുധൻ വരെ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും അല്ലെങ്കിൽ റിമോട്ട് ക്ലാസ്സുകളായിരിക്കും എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഒരു തീരുമാനം
തീരുമാനമായിട്ട് അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസ് ആയിട്ടൊക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു കാര്യങ്ങളും നിയന്ത്രണങ്ങളൊന്നുമില്ല. കൃത്യമായ അലേർട്ടുകൾ നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ആക്രമണം നടക്കുകയും അത് ഡിഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അലേർട്ടുകൾ കൃത്യമായി ആവർത്തിച്ച് നൽകിക്കൊണ്ട് ആളുകളെ കൂടുതൽ സുരക്ഷിതരാക്കി നിർത്തുക എന്ന നിലയിലേക്കാണ് UAE പ്രധാനമായിട്ടും പോകുന്നത്. ബഹ്റൈനും ഒപ്പം തന്നെ കുവൈറ്റും ഒക്കെ ഈ നിലയ്ക്ക് തന്നെ അലേർട്ടുകൾ നൽകുന്നുണ്ട്. ആളുകളെ പാനിക് ആക്കാതിരിക്കാനുള്ള കുറച്ചുകൂടിയുള്ള ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അതൊരു മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അവർ ഈ കുറച്ചധികം നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു ആക്രമണം അവശിഷ്ടങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നിർവീര്യമാക്കപ്പെട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടാകുന്ന ആക്രമണം എന്ന രീതിയിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ ഈ ഒരു ആക്രമണത്തിനെ നിലവിൽ കണ്ടിരിക്കുന്നത്. പക്ഷെ നാളെ വരുന്ന വിശദീകരണങ്ങളിൽ, നാളെ വരുന്ന പ്രതികരണങ്ങളിൽ അതിലൊക്കെയും ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ രാത്രിയിലുണ്ടായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഒരു മരണമുണ്ടായി എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ 2 മരണം ആകെ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു ആക്രമണത്തിൽ ഇവിടെ UAE ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ അനുകൂലമായ തീരുമാനമല്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.